ഒരു ക്ഷേത്രത്തിലെ ചൈതന്യം, അവിടുത്തെ ദേവൻ്റെ ചൈതന്യം പോകുന്നു എന്നൊക്കെ വെറുതെ പറയുന്ന, ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർ പറഞ്ഞാലോ ജ്യോത്സ്യം പറഞ്ഞാലോ ഏത് പണ്ഡിത ശ്രേഷ്ഠം പറഞ്ഞാലും ഓർത്തുകൊള്ളുക, ദേവചൈതന്യം കുറയാൻ പോണില്ല. അത് വെറുതെയാണ്. ദേവൻ്റെ ചൈതന്യം കുറഞ്ഞാൽ പിന്നെ ഈ ലോകമുണ്ടോ? ദേവചൈതന്യം അല്ല കുറയുന്നത്, ക്ഷേത്രത്തിൻ്റെ ചൈതന്യമാണ് കുറയുന്നത്. ക്ഷേത്രം എന്നാൽ ഭൗതികമായ ദേവ ശരീരമാണ്, ഭൗതികമായത് മാത്രമാണ്. അതിൻ്റെയൊക്കെ ഉള്ളിലാണ് ദേവചൈതന്യം ഇരിക്കുന്നത്. അത് ഈ ക്ഷേത്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേവചൈതന്യത്തിന് ഒരു കോട്ടവും ഇല്ല. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, അമ്പലമില്ലാതെ വിഗ്രഹമില്ലാതെ ആ ആൽത്തറയിൽ വാഴും പരബ്രഹ്മമൂർത്തി. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ശബരിമല തീ വെച്ച് കളഞ്ഞില്ലായിരുന്നു? എന്തിയെ പോകാത്ത ചൈതന്യം? ഗുരുവായൂർ തീ കത്തിയില്ലേ? എന്തിയെ പോകാത്ത ചൈതന്യം? ചൈതന്യമാണ് ദേവചൈതന്യം. അത് പോവില്ല. അത് ക്ഷേത്രത്തെ അധികരിച്ചോ വിഗ്രഹത്തെ അധികരിച്ചോ അല്ലിരിക്കുന്നത്. പിന്നെ ആ ദേവചൈതന്യം കുടികൊള്ളുന്ന ആ വിഗ്രഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷമുണ്ടല്ലോ, അത് നിലനിർത്താൻ ആ വിഗ്രഹം നന്നായിരിക്കണം, അവിടുത്തെ ചാർത്തുകൾ നന്നായിരിക്കണം, അത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രം നന്നായിരിക്കണം. അത് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ചൈതന്യവും ഇല്ല. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത്, ക്ഷേത്രമാണ് ചൈതന്യം കുറയുന്നത്, വിഗ്രഹത്തിലാണ് ചൈതന്യം കുറയുന്നത്. വിഗ്രഹത്തിൽ ചൈതന്യം കുറയുന്നത് എങ്ങനെയാണ്? വിഗ്രഹം കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, രൂപമൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെ ഈ വിഗ്രഹത്തിന് ചൈതന്യം കുറയുന്നത്? വിഗ്രഹത്തിൻ്റെ ഓറ, ആ ഓറ കുറയും. കുറഞ്ഞ് ഓറ ഇല്ലാതാകുമ്പോഴാണ് ക്ഷേത്രത്തിൽ ചൈതന്യം ഇല്ലാതാകുന്നത്. അതാണ് റോഡിലിരിക്കുന്ന മയിൽക്കുറ്റിയും അടയാളക്കുറ്റികളും ഒക്കെ ഉള്ളത്. പല സ്ഥലത്തും അതിര് തിരിക്കാൻ വേണ്ടി ഇടുന്ന കുറ്റി, അതും കരിങ്കല്ലല്ലേ? എത്രയോ സ്ഥലത്ത് വിഗ്രഹങ്ങൾ, നല്ല രൂപത്തിലുള്ള വിഗ്രഹം ഉണ്ടാക്കി, എന്തിനാ അതേൽ ആരും പോയി തൊഴാത്തത്? അതിന് ഓറയില്ലാത്തത് കൊണ്ടാണ്. ഓറ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര. ഈ ശാന്തിക്കാരൻ തപോബലമുണ്ടായി തൻ്റെ ബോഡിയിൽ എനർജിയെ വർദ്ധിപ്പിച്ചെടുത്ത്, ഓറ വർദ്ധിപ്പിച്ചെടുത്ത്, ആ ഓറയുടെ ഭാഗമാണ് ചൈതന്യത്തെ ആ വിഗ്രഹത്തിൻ്റെ പുറത്തേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ വിഗ്രഹത്തിൽ നിന്ന് വ്യാപനം നടത്തുമ്പോൾ, അങ്ങനെ വ്യാപനം നടത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പൂജ കഴിക്കുമ്പോൾ വിഗ്രഹത്തെ തൊടാറില്ല, ഓറയിലാണ്. അതാണ് ഈ പ്രാണിക് ഹീലിംഗുകാരൊക്കെ പിന്നീട് ആ പ്രാണിക് ഹീലിംഗ് ഒക്കെ കണ്ടുപിടിക്കാൻ കാരണം. ഈ ഓറയിലാണ് തന്ത്രിമാരും ശാന്തിക്കാരും ഒക്കെ ഇങ്ങനെ വ്യാപനം ചെയ്യുന്നത്, അല്ലാതെ വിഗ്രഹത്തിലല്ല. അതുകൊണ്ട് ദേവചൈതന്യം കുറയുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതും പരമവിഡ്ഢിതരമാണ്. ദേവൻ്റെ ചൈതന്യം കുറഞ്ഞാൽ പിന്നെ ഈ ലോകമുണ്ടോ? ഈ ലോകത്തെ നിർത്തുന്ന ആ സ്വത്വം എന്താണ് പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത്? അതിനെവിടെ ചൈതന്യം കുറയാനാണ്? അത് കുറയാനേ പോകുന്നില്ല. കുറയുന്നത് ആ വിഗ്രഹത്തിലെ ഓറയാണ്. ആ ചൈതന്യം അങ്ങോട്ട് കൊടുത്ത ചൈതന്യം കുറഞ്ഞു പോകും. എന്താണ് പിന്നെ കൊടുക്കാത്തതുകൊണ്ട്? നമുക്കും അങ്ങനെയാണ്. അതുകൊണ്ടാണ് നാമം ജപിക്കുന്നവരെ, ഉപാസനയുള്ളവരെ, അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക തേജസ്സുണ്ട് എന്ന് നമുക്ക് തോന്നാൻ കാരണം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വലിയ വലിയ ലോകത്തിലെ സന്യാസിമാരുടെ അടുത്തും സന്യാസിനിമാരുടെ അടുത്തും ഒക്കെ നമ്മൾ പോകുന്നതും, ആ പാദത്തിൽ തൊടുന്നതും, ആ മടിയിലൊന്ന് കിടക്കുന്നതും, അല്ലെങ്കിൽ ആ കൈ എടുത്ത് നമ്മുടെ ശിരസിൽ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഓറ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നതുകൊണ്ടാണ്. ആ ചൈതന്യത്തെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ്. ആ ഓറ നമ്മുടെ ബോഡിയിൽ വർദ്ധിച്ചു വരുമ്പോൾ നല്ല പ്രഭയായിരിക്കും. അതെന്താ വേണ്ടത്? അതിനാണ് ജപം, തപം ഉണ്ടാവണം. അങ്ങനെ ജപവും തപവും ഉള്ള ആളാണ് ഈ വിഗ്രഹത്തിൽ പൂജ കഴിച്ച് അതിൽ ഓറ വർദ്ധിപ്പിക്കുന്നത്. ആ ഓറയാണ് അവിടെ ചെല്ലുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? കൊണ്ടു ചെല്ലുന്ന ശരീരത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം, ആ ശരീരത്തിൽ വൃത്തി ഉണ്ടായിരിക്കണം. വൃത്തിയും ശുദ്ധിയും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ക്ഷേത്ര സങ്കല്പത്തിലേക്ക് വരുമ്പോൾ, ആ ക്ഷേത്രം നിർമ്മിക്കുന്ന സ്ഥലം ഒന്നുകിൽ കിഴക്കോട്ട് ചെരിവുള്ളതായിരിക്കണം. കിഴക്കോട്ട് ചെരിഞ്ഞത്, അത് നമ്മുടെ ഭൂമിശാസ്ത്രം അനുസരിച്ചാണ് കേട്ടോ. കിഴക്കോട്ട് ചെരിവ്, വടക്കോട്ട് ചെരിവ്, അങ്ങനെയുള്ള ഭൂമി നല്ലതാണ്. തെക്ക് വശം ഉയർന്ന ഭൂമി, പടിഞ്ഞാറ് വശം ഉയർന്ന ഭൂമി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭൂമിയാണ്. അവിടെയാണ് അത് പ്രത്യേക തിരിച്ച്
കിഴക്കോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാട്ടോ എങ്ങോട്ട് വേണമെങ്കിലും ക്ഷേത്രം നിർമ്മിക്കാം. അതിന് ചില കാര്യകാരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം. അവിടുത്തെ വഴിയെക്കുറിച്ചറിയണം, ജലാശയങ്ങളെക്കുറിച്ചറിയണം, ജല ഒഴുക്കിനെക്കുറിച്ചറിയണം. അങ്ങനെയൊക്കെയാണ് ഭൂമിക്ക് ഓരോ ദിക്ക്, ആ ഭൂമിയിൽ എങ്ങോട്ടാണ് ദർശനമുണ്ടാക്കി ക്ഷേത്രം പണിയേണ്ടത് എന്ന്. അപ്പോൾ ക്ഷേത്രം പണിയുമ്പോൾ എങ്ങനെ പണിയണമെന്നത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. മനുഷ്യ ശരീരത്തിൻ്റെ രൂപത്തിൽ വേണം ക്ഷേത്രം നിർമ്മിക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മനുഷ്യ ശരീരത്തിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുമ്പോഴോ ആ ഭൂമി ആദ്യമേ ഉള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഭൂമി പരിശോധിക്കണം. പരിശോധിക്കുന്ന സമയത്ത് ആ ഭൂമി ശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലത്തെ നമ്മൾ ദേവാലയമാണെങ്കിലും മനുഷ്യാലയമാണെങ്കിലും നിർമ്മിക്കുകയുള്ളൂ. ഇനി ഒരു പശുത്തൊഴുത്താണെങ്കിലും ഒരാടിൻ്റെ കൂടാണെങ്കിലും പട്ടിക്കൂടാണെങ്കിലും അത് വയ്ക്കുന്നതിനൊരു സ്ഥാനമുണ്ട്, അതിനൊരു ശുദ്ധതയുണ്ട്, അത് ഭൂമിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് നമ്മൾ പാലിക്കണം. അതുകൊണ്ട് ഭൂമി നമുക്കൊന്ന് പരിശോധിക്കുന്ന സമയത്താണ് ആ ഭൂമിയുടെ ശുദ്ധതയുള്ള സ്ഥലത്തേക്ക് വീടാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും നിർമ്മിക്കുന്നത്. നമ്മുടെ വിഷയം ഇപ്പോൾ ക്ഷേത്രമായിരുന്നു. ആ കൂടെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ടറിയുക, നമ്മളിവിടെ ഒരു ഭൂമി കണ്ടുപിടിച്ചിരിക്കുന്നു. ആര്? ശാസ്ത്രജ്ഞന്മാർ. ഏത് ശാസ്ത്രജ്ഞന്മാർ? നമ്മുടെ കാരണവന്മാരായ ഗുരുക്കന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ, ആചാര്യന്മാർ. അവർ വന്ന് ആ ഭൂമി കണ്ടുപിടിച്ചു. അതിൻ്റെ എല്ലാ പരിശോധനയും നടത്തിയിട്ട് അതിനുശേഷം ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് മനുഷ്യ ശരീരത്തിൻ്റെ രൂപത്തിൽ നിർമ്മിക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഒരു ക്ഷേത്രം നമുക്ക് വൈക്കത്തേക്കൊന്ന് നോക്കാം. വൈക്ക ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവും എല്ലാവരും. ഇല്ലെങ്കിൽ ഏറ്റുമാനൂരാകുമ്പോൾ പടിഞ്ഞാട്ട് ദർശനം, വൈക്കത്താകുമ്പോൾ നമുക്കറിയാം കിഴക്കോട്ട് ദർശനം. നമ്മൾ ആ കിഴക്ക് വശത്ത് പഴയ ദളവാക്കുളം ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് നടന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഗോപുരം കാണാം. ഗോപുരം കിടന്ന് അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് അങ്ങ് കയറിയുമ്പോൾ തിരുമുറ്റത്ത് നിന്ന് അങ്ങ് നടന്ന് ചെല്ലുമ്പോൾ കൊടിമരച്ചോട്ടിൽ ചെല്ലും. കൊടിമരച്ചോട്ടിൽ നിന്നും നമ്മൾ വലിയ ഒരു ബലിക്കൽപ്പുര ഉണ്ട് അവിടെ. ആ ബലിക്കൽപ്പുരയുടെ സൈഡിലൂടെ അകത്തേക്ക് കയറിപ്പോകും. ആ ക്ഷേത്രത്തിൻ്റെ ഘടന നമുക്കൊന്ന് നോക്കാം. ദേവനോ അല്ലെ നമ്മളൊരു മനുഷ്യൻ തന്നെ ആ ക്ഷേത്രമുറ്റത്ത് അങ്ങനെ ഇരിക്കുന്നു. എങ്ങനെ? ആദ്യം ഒന്ന് നിൽക്കാൻ നമുക്ക്. കിഴക്കോട്ട് ദർശനമായി. കിഴക്കോട്ട് തിരിഞ്ഞ് നമ്മളൊന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞ് കണ്ണ് തുറക്കുന്നു, കൈകൾ താത്തിയിടുന്നു, ആ ഭൂമിയിൽ അങ്ങ് ഇരിക്കുന്നു. ഇരുന്നിട്ട് കാല് കിഴക്കോട്ട് നീട്ടി അങ്ങ് ഇരിക്കണം. കാല് അപ്പോൾ കൈകളിങ്ങനെ പുറകെ കുത്തുക. അപ്പോൾ കാല് മുമ്പോട്ട് നീട്ടി അതിനുശേഷം നമ്മൾ പുറകോട്ടങ്ങ് കിടക്കണം മലർന്ന്. അപ്പോൾ ആകാശത്തിലേക്ക് നോക്കി നമ്മൾ കിടക്കും. കിടന്നു കഴിയുമ്പോൾ കൈ ഇതാ ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ഈ കൈ ഇങ്ങനെ വയ്ക്കുന്നത് കണ്ടല്ലോ, ഇത്രയും വട്ടത്തിന് നടുക്കാണ് നമ്മളുടെ ശിരസ് വരുന്നത്. ശിരസിൻ്റെ തൊട്ട് ചേർന്ന് കഴുത്തുണ്ട്, കഴുത്തിൻ്റെ ഇപ്പുറത്ത് നെഞ്ചുണ്ട്, നെഞ്ചിൻ്റെ താഴെ ഉദരമുണ്ട്, ഉദരത്തിൻ്റെ താഴെയായിട്ട് ലിംഗഭാഗമുണ്ട്. അത് കഴിഞ്ഞാൽ കാലിൻ്റെ തുടകളുണ്ട്, കാൽമുട്ടുണ്ട്, കാലിൻ്റെ കണങ്കാലുകളുണ്ട്, പാദമുണ്ട്. അത്രയും ഭാഗവും നമുക്കൊന്ന് കാണാം. അപ്പോൾ അത്രയും വലിപ്പമുള്ള ഒരാളാണ് അവിടെ ആ അമ്പലമുറ്റത്ത് കിടക്കുന്നതെന്ന് വിചാരിക്കാം, മലർന്ന്. അങ്ങനെ കിടക്കുമ്പോൾ എവിടെയാണ് ശിരസ് കണ്ടത്? നടുക്ക്. ആ ശിരസിൻ്റെ ഭാഗത്തുള്ളതാണ് ശ്രീകോവിൽ. ആ ശ്രീകോവിലും അതിന് തൊട്ടു മുമ്പായിട്ടൊരു ചെറിയ ശ്രീകോവിൽ പോലെ ഒരു കെട്ടിടമുണ്ട്, മണ്ഡപം. അതാണ് കഴുത്ത്. അത് കഴിഞ്ഞ് വലിയ അമ്പലമുണ്ട്, നമുക്കറിയാം. അവിടെ ആ തടപ്പള്ളി, അതുപോലെ തന്നെ ചുറ്റു പ്രദർശനം വയ്ക്കുന്ന സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ കൈകളും നെഞ്ചിൻ്റെ ഭാഗവും, ഇത്രയും ഭാഗം. അപ്പോൾ ശിരസിന് ചുറ്റുമായി അഥവാ ശ്രീകോവിലിന് ചുറ്റുമായി കാണുന്ന ഇത്രയും ഭാഗമുണ്ട്. അതാണ് നെഞ്ചിൻ്റെയും കൈകളുടെയും ഭാഗമാണ്. അത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചുറ്റിലും വിളക്കുമാടം, ലക്ഷക്കണക്കിന് വിളക്കുകൾ കത്തിക്കാൻ പാകത്തിൽ സന്ധ്യാസമയത്ത് ചെല്ലുമ്പോൾ നിറയെ വിളക്ക് കത്തിക്കാം. ആ കത്തിക്കുന്നത് വയറിനകത്തുള്ള അഗ്നി പോലെ, ദഹിപ്പിക്കുന്ന അഗ്നി പോലെ ഉള്ളതാണ് ഈ അഗ്നി. അതെന്താണ്? അത് ദേവൻ്റെ ഉദരഭാഗമാണ്. ഉദരം. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ, ഉദരം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ അരഭാഗം.
അതുകൊണ്ടാണ് ആ അരഭാഗത്ത് ഉള്ളതാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. പരാശക്തി ചുരുണ്ടിരിക്കുന്നത് നട്ടലിന് താഴെയാണ്, ഗുദലിംഗം മധ്യത്തിലാണ്. ആ ഭാഗമാണ് അവിടെ. അതിനോട് ചേർന്ന് കാണുന്ന ആ ബലിക്കൽ പുര എന്ന് പറയുന്നത് സത്യത്തിൽ ആ മലർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ലിംഗഭാഗം തന്നെയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് നട കഴിഞ്ഞ് ഇറങ്ങിയാൽ നമ്മുടെ കാൽ തുടകളും കാൽമുട്ട് വരെയുള്ള ഭാഗമാണ് തിരുമുറ്റം. കാൽമുട്ട് മുതൽ പാദം വരെയുള്ള ഭാഗമാണ് ചുറ്റുമതിൽ. അതിനിടയിൽ 4 വശത്തേക്കും വെച്ചിരിക്കുന്നതാണ് ഗോപുരം. അത് കിഴക്കോട്ട് ദർശനമുള്ളപ്പോൾ പ്രധാനമായിട്ടുള്ളത് കിഴക്ക് വശത്തെ ഗോപുരമാണ്. ഗോപുരം ദേവപാദസ്യേൽ എന്നാണ്. ആ ദേവൻ്റെ പാദങ്ങളാണ് ഗോപുരം. അപ്പം ശ്രീകോവിൽ എന്ന് പറയുന്നത് ഗർഭഗ്രഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളം ചൈവ. കഴുത്ത് സുഖാസനം മണ്ഡപം. ബാഹുശ്ചൈവാർദ്ധമണ്ഡപം, ബാഹുക്കൾ ഈ കൈകളൊക്കെ ചേർന്ന് ചുറ്റും കാണുന്നതാണ് ബാഹുശ്ചൈവാർദ്ധമണ്ഡപം. അതാണ് വലിയമ്പലം എന്നൊക്കെ പറയും ചിലർ. ഇവിടവും കൈകളും ചേരുന്നത് അത് മണ്ഡപം, അല്ലെങ്കിൽ അത് ഉദരത്തിനകത്തുള്ള ഭാഗമാണ്. അത് കഴിഞ്ഞാലോ ഉദരഭാഗമാണ് വിളക്കുമാടം. ആ വിളക്കുമാടത്തിൻ്റെയും കഴിഞ്ഞാൽ തൊട്ട് ചേർന്നുള്ള ഭാഗം അരയുടെ ഭാഗവും ബലിക്കൽ എന്ന് പറയുന്ന ലിംഗഭാഗവും. അതിനുശേഷം സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ വാസ്തുശാസ്ത്ര പ്രകാരം അനവധി വാസ്തുശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചതനുസരിച്ചുള്ള അറിവാണ്. ജനങ്ങൾക്ക് കാണുവാനും ജനങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കുവാനും അവിടെ തന്ത്രിമാരിറങ്ങി വന്ന് ഉത്സവാദി ചടങ്ങുകൾക്ക് കൊടിയേറ്റുന്നതിന് സൗകര്യാർത്ഥമാണ് കൊടിമരം പുറത്തേക്കാക്കിയത്. വെക്കേണ്ടത് സത്യത്തിൽ ഈ ബലിക്കല്ലിനും മണ്ഡപത്തിനും ഇടയിൽ അരയുടെ ഭാഗത്താണ്. ആ വാതിലിൻ്റെ അവിടെ കൊടിമരം പണിതാൽ പിന്നെ ആൾക്ക് കയറാൻ പറ്റിയല്ലോ. അതുകൊണ്ട് അത് മാത്രം എടുത്ത് കാണാൻ പുറത്തു വെച്ചെന്നേ ഉള്ളൂ. സ്ഥാനം അത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ കൊടിമരം എന്ന് പറയുന്നത് അതാത് ദേവൻ്റെ നട്ടെല്ലിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഉത്സവ സമയത്ത് ആ നട്ടെല്ലിനുള്ളിലുള്ള ഇട പിങ്കള നാഡികളുടെ പ്രതീകമായിട്ട് ആലും മാവും വെച്ച് കെട്ടും. നട്ടലിനുള്ളിലുള്ള സുഷുമ്ന നാഡിയുടെ പ്രതീകമായിട്ടാണ് കൊടിയേറ്റുന്ന കയറുള്ളത്. അതിലെ ആ കൊടി എന്ന് പറയുന്നത് കുണ്ടലിനിയാണ്. ഓരോ പടി കടന്നു കഴിയുമ്പോഴും സാധകരായിട്ടുള്ള ഉപാസകരായിട്ടുള്ള ആൾക്കാർക്ക് പല തരത്തിലുള്ള നിറങ്ങൾ കാണാൻ സാധിക്കുന്ന നിറങ്ങൾ, നല്ല ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന. അതുകൊണ്ട് ഈ നിറം ആണ് അതിൽ വെച്ചിരിക്കുന്ന പടങ്ങളൊക്കെ. ആ കൊടിയിൽ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഒരു മണി കെട്ടിയിട്ടുണ്ട്, നാദം കേൾക്കാനാണ്. ആരാ കേൾക്കുന്നത്? വിശിഷ്ടമായ നാദം, വിശിഷ്ടമായ നിറം ഒക്കെ കാണുന്നത് ഉപാസകർക്കാണ്, സാധകർക്കാണ്. അത് നമുക്കും സാധിക്കും. അനവധി വർഷത്തെ ഉപാസന കൊണ്ട്, സാധന കൊണ്ട് ദിവ്യമായ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ദിവ്യമായ ഒരു ശബ്ദവും നാദവും കേൾക്കുന്ന സമയമാണ് ആര്? ഉപാസകനായിരിക്കുന്ന ദേവൻ തന്ത്രിയാകുന്ന ഗുരുസ്ഥാനീയൻ്റെ അടുത്തിരുന്ന് അവിടെ ഉപാസന ധ്യാന ജപാദികൾ നടത്തി ദേവൻ്റെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി ഉയർത്തി മുകളിലെത്തിക്കുന്നു, സഹസ്രാരപത്മത്തിലെത്തിക്കുന്നു. ആ തത്വമാണ് ഉത്സവം. ഉത്സവത്തിന് കൊടിയേറ്റുക എന്ന് പറഞ്ഞാൽ ഈ നട്ടെല്ലിനാണ് ഉപയോഗിക്കുന്നത്. ഇത് അകത്തുകൂടി ചെയ്താൽ ആർക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതെല്ലാ ക്രിയകളും പുറത്തുകൂടി ആക്കിയത്. കൊടിമരത്തിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി കൊടിമരത്തിനകത്തുള്ള കുണ്ടലിനി ശക്തിയും ഇടാപിങ്കള നാഡിയും ഒക്കെ പുറത്ത് വെച്ചിരിക്കുന്നത്. പല ആൾക്കാരും വിചാരിക്കും ഈ കൊടിമരത്തിൻ്റെ അകത്ത് എന്തിനാ ആലും മാവും വെച്ച് കെട്ടുന്നത്. ഇപ്പോഴും അതറിയാൻ മേലാത്ത 100 കണക്കിന് കമ്മിറ്റിക്കാരാണ് പലരും ക്ഷേത്രഭരണം നടത്തുന്നത്. അപ്പോൾ ക്ഷേത്രഭരണം നടത്തുന്നവരറിയണം എന്തിനാണ് ഇതൊക്കെ വെച്ച് കെട്ടുന്നത്, ആലെന്തിനാണ്, മാവെന്തിനാണ്, അതിലെന്തിനാണ് കൂർച്ചം വെച്ച് കെട്ടുന്നത്, അതിലെന്തിനാണ് ഉടയാട ചാർത്തുന്നത്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായും പഠിച്ചിരിക്കേണ്ടത് ആ ക്ഷേത്രേശന്മാരാണ്, ക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യാനും
ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മൾ പല പരിപാടികളും നടത്താനും നമുക്ക് സാധിക്കുമെങ്കിലും വരുന്ന ഭക്തജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വേദി ക്ഷേത്രത്തിലുണ്ടെങ്കിലും അതിനാരും തയ്യാറാകുന്നില്ല. കേൾക്കാനൊക്കെ തയ്യാറാവുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ, ഇപ്പം ഞാൻ ഇത്രയും വർഷം കൊണ്ട് പറഞ്ഞത് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഇപ്പം ഇതിലൂടെ നിങ്ങൾക്ക് കേൾക്കാതെ എല്ലാവരെയും ക്ഷേത്ര സങ്കല്പം പഠിപ്പിക്കണം, ആചാര അനുഷ്ഠാനം പഠിപ്പിക്കണം. ശിവക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെയാണ് അവിടെ നാമം ജപിക്കേണ്ടത്, അവിടെ ഏതാണ് ധ്യാന ശ്ലോകം, വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയാൽ ഏതാണ് ധ്യാന ശ്ലോകം, ശിവനും പാർവതിയും കൂടെയുള്ള ക്ഷേത്രമാണെങ്കിൽ അവിടെ ഏതാണ് ധ്യാന ശ്ലോകം വേണ്ടത്, ശാസ്താവിന് ഏത് ധ്യാന ശ്ലോകം വേണം, ഇതറിഞ്ഞ് വേണം നമ്മൾ ഭജിക്കാൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ. അതറിയണം. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഘടനയനുസരിച്ച്, അവിടുത്തെ ദേവതയുടെ സങ്കല്പമനുസരിച്ച് അവിടെ വെച്ചിരിക്കുന്ന വിഗ്രഹത്തിന്, എന്താ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഗ്രഹിച്ചത് എന്നാണ് അർത്ഥം. വിശേഷേണ ഗ്രഹിച്ചത് വിഗ്രഹം. എന്താ വിശേഷണം കൊടുക്കുന്നത്? ഇപ്പോൾ ഈ ഇരിക്കുന്ന ശരീരത്തിനൊരു വിശേഷണം എൻ്റെ അച്ഛനും അമ്മയും കൂടി കൊടുത്തു. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ആലോചിച്ചപ്പോൾ എന്താ ഇത്, അമ്മ അവനോട് ചോദിച്ചു, എന്താ ഇവന് പേരിടേണ്ടത്? ഇവന് പേരിടാൻ നമുക്കൊരു കാര്യം ചെയ്യാം, അവന് വ്യാസൻ എന്ന് പേരിടാം. ആ പേരിടുന്നതിൻ്റെ പേരാ വിശേഷണം. ഒരു വിശേഷണം കിട്ടി ഈ ശരീരത്തിന്. അകത്തിരിക്കുന്ന എനിക്കല്ല വിശേഷണം, എനിക്ക് പേരേ ഇല്ല, എനിക്ക് ഒറ്റ പേരേ ഉള്ളൂ. എൻ്റെ ഈ കാണുന്ന ശരീരത്തിനകത്തും ദാ ശ്രീജിത്തിരിപ്പുണ്ട്. ശ്രീജിത്തിൻ്റെ ഉള്ളിലിരിക്കുന്നതും അല്ലെ എൻ്റെ അച്ഛൻ്റെ ശരീരത്തിനുള്ളിലിരിക്കുന്നതും അമ്മയുടെ ശരീരത്തിനുള്ളിലിരിക്കുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. അതിനല്ല വിശേഷണം, ആ ശരീരത്തിനാണ്. ആ ശരീരത്തിന് വിശേഷണം കൊടുത്തതുകൊണ്ടാണ് പാസ്പോർട്ടിൽ നമ്മുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. പാസ്പോർട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ തമ്പ് നോക്കുമ്പോൾ അതെൻ്റെ മാത്രമായിരിക്കും. ഇത് ശരീരത്തിലുള്ള ആത്മാവിൻ്റെ തമ്പല്ല, ആത്മാവിൻ്റെ ചിഹ്നമല്ല വരുന്നത്. എൻ്റെ കൈപ്പത്തിയിലെ റേഷൻ കാർഡിൽ റേഷൻ അരി മേടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ മിഷനിൽ കൈ വയ്ക്കുമ്പോൾ എൻ്റെ കൈ വെച്ചെങ്കിലുള്ളത് കൈയുടെ രേഖകളാണ്, ആത്മാവിൻ്റെ രേഖയല്ല. ഇവിടെ ഇരിക്കുന്ന ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പറയട്ടെ അവരുടെ ആത്മാവിന് ഈ രേഖയുണ്ടെന്ന്, ഞാൻ ഇപ്പോൾ ഈ പണി നിർത്തും. ഞാൻ മേലെ ഒരു വാക്ക് പറയാൻ വരില്ല. ആത്മാവിന് ഒരു രേഖയുമില്ല. കാരണമാണ് നിർഗുണ, നിരാകാര, നിരൂപമ. അങ്ങനെയാണ് ദേവിയെക്കുറിച്ച് പറയുന്നത്. പരാ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ശക്തി ദേവി. ശ്രേഷ്ഠമായ ശക്തി എന്തോ അതാണ് പരമാത്മാവ്. ആ പരമാത്മാവിന് രേഖകളൊന്നുമില്ല, രൂപമില്ല, നിർഗുണമാണ്, ഗുണമില്ല, നിരാകാരം, നിരൂപമം. അതാണ്, അങ്ങനെയുള്ളതാണ് ആ ചൈതന്യം. പിന്നെ നമുക്കൊക്കെയോ അത്ര വലിയ വിദ്യാഭ്യാസവും ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈശ്വരനെ ദർശിക്കാൻ ഒരു വിഗ്രഹം വേണം, വിശേഷണം കൊടുക്കണം. ഇത് സുബ്രഹ്മണ്യൻ, ഇത് ഗണപതി, ഇത് ശിവൻ, ഇത് പാർവതി, ഇത് വരദസ്വാമി, ഇത് ഉറുമ്പിക്കാവിൽ അമ്മ, ഇതൊക്കെ പറയണമെങ്കിൽ അതിനൊരു രൂപം കൊടുക്കണം. ആ രൂപം കൊടുക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപം കൊടുത്തു. അപ്പോൾ മനുഷ്യൻ എന്തൊക്കെ വേണം? കുളിക്കണം, വസ്ത്രം ധരിക്കണം, പല്ല് തേക്കണം, ഭക്ഷണം കഴിക്കണം, ഗണ്ടൂഷം കുലുക്കുഴിയണം, വസ്ത്രം കൊടുക്കണം. ഇതൊക്കെ മനുഷ്യന് വേണ്ടതുകൊണ്ട് അതെല്ലാം ആ വിഗ്രഹത്തിൽ നമ്മൾ ചെയ്യുന്നത്. ആ വിഗ്രഹത്തിൽ ഇതൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു മനുഷ്യരൂപം സങ്കല്പിക്കുകയാണത്. വിശേഷണം കൊടുത്തിരിക്കുക. ഭരതസ്വാമി, ഉറുമ്പിക്കാവിലമ്മ, ശ്രീരാമസ്വാമി, വൈക്കത്തപ്പൻ, ഏറ്റുമാനൂരപ്പൻ, ശ്രീപത്മനാഭസ്വാമി, ഗുരുവായൂരപ്പൻ. നമ്മളാ വിശേഷണം കൊടുത്തത്. അതിനെ പോയിട്ട് ഇപ്പോൾ ചോറ്റാനിക്കര അമ്മയെന്ന് വിളിച്ചെന്നിരിക്കട്ടെ, തെറ്റൊന്നുമില്ല. അത്രമാത്രം പവർ നമുക്ക് ഉണ്ടാവണം വിളിക്കണമെങ്കിൽ. അത് ആ തരത്തിലേക്ക് ഉയർത്തുവാനുള്ള ഒരു ആധ്യാത്മിക കേന്ദ്രം കൂടിയാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ ക്ഷേത്രത്തിലും ചെല്ലുമ്പോൾ അതാത് ദേവനെ നമ്മൾ അഭിവാദ്യം ചെയ്ത് വിളിക്കണം. അഹം വ്യാസനാമക അഭിവാദയേ അസ്മിൻ ഭോ എന്ന് പറഞ്ഞ് നമ്മൾ തൊഴണം. തൊഴുമ്പോൾ നമ്മളെ അറിയും. നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും. ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരാൾ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഈ ഷർട്ട് ഊരുന്നത്? എന്നിട്ട് ഷർട്ട് ചിലരങ്ങ് ഊരും,
ഞാൻ ഇതിനു മുമ്പും പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഷർട്ട് അങ്ങ് ഊരും, എന്നിട്ട് ശരീരത്തിലേക്ക് വലിയ കസവുള്ള ഒരു ഷാൾ അങ്ങ് പുതയ്ക്കും. ഒരു കാര്യവുമില്ല. ഷർട്ട് ഇട്ടാൽ എന്താ കുഴപ്പം? ഷർട്ട് ഇട്ടാലേ ചൈതന്യം അകത്തേക്ക് കയറിയല്ല. അപ്പോൾ ഷാൾ ഇട്ടാലോ? ഒരു കാരണവശാലും മേൽമുണ്ട് ധരിക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പുരുഷന്മാർ. അതെന്തുകൊണ്ടാണ്? അത് ആ പ്രദേശത്തിൻ്റെ സർവാധിപത്യം വഹിച്ച് ഏവരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദേവനാണ്. വൈക്കത്തി ചെല്ലുമ്പോൾ നമുക്ക് തോന്നും അത് ചക്രവർത്തിയാണ്. അമനകര പരമസ്വാമി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തോന്നും അമനകരയുടെ രാജാവാണ് ഇരിക്കുന്നത്. ഇപ്പുറത്ത് ഉറുമ്പിക്കാവിലമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയും അത് ദേവി ഭദ്രകാളി ഈ നാടിൻ്റെ മഹാറാണിയാണ്. മഹാരാജാക്കന്മാരെയും മഹാറാണിമാരെയും ഒക്കെ കാണാൻ ചെല്ലുമ്പോൾ ഷാളും ഒക്കെ ഇട്ട് വലിയ സ്റ്റൈലായിട്ട് അങ്ങനെ ചെല്ലാറില്ല. ചെന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവർക്ക് വായിൽ അപ്പം തോന്നുന്നു അവനെ ജയിലിലിടാൻ പറഞ്ഞാൽ ജയിലിലിടാം അവർക്ക്. അപ്പോൾ എത്രയും മാത്രം എളിമത്വത്തോടെ നിൽക്കുന്നു അത്രയും ആ രാജാവ് നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ ദുഃഖം കൈക്കൊണ്ട് നമ്മളെ സങ്കടം പരിഹരിക്കും. അതുകൊണ്ട് മേൽമുണ്ട് ധരിക്കാറില്ല, തോളയിൽ കെട്ടിപ്പൊതിച്ച് ഇടാറില്ല. ഒന്നുകിൽ തോളയിലിട്ട് അമ്പലത്തിൻ്റെ വെളിയിൽ വരെ വരും, അത് കഴിഞ്ഞാൽ അതഴിച്ച് കൈത്തണ്ടയിലിടണം, എന്നിട്ട് തൊഴണം. ഇല്ലെങ്കിൽ ആ ഷാളെടുത്ത് അരയിൽ കെട്ടിയിട്ട് നിൽക്കണം. വളച്ചിടരുത്. വളച്ചിടുന്നത് ദേവനേക്കാൾ ഞാൻ വലിയവനാണെന്ന് അറിയിക്കാനാണ്. എന്തിനാ പൊതിഞ്ഞ് കെട്ടുന്നത്? അങ്ങനെയാണ് ഷർട്ടിട്ട് കയറണം. ഏത് ക്ഷേത്രത്തിലും ഷർട്ടിട്ട് കയറിയുകൊണ്ട് ഒരു തെറ്റുമില്ല. എല്ലാ ക്ഷേത്രത്തിലും ഷർട്ടിട്ട് പ്രവേശിക്കണം. പക്ഷേ ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് നാളെ മുതൽ ഷർട്ടിട്ട് കയറരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാത് ക്ഷേത്രത്തിനൊരു ഭരണ സംവിധാനമുണ്ട്, അവിടെ ഒരു പടിത്തരമുണ്ട്, അവിടെ ഒരു ക്ഷേത്ര തന്ത്രിയുണ്ട്, അവിടെ ഒരു കമ്മിറ്റിക്കാരുണ്ട്. അവർ പറയുന്നതനുസരിച്ച് വേണം ആ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ. പ്രഭാഷകനായ ഭാഗവത സപ്താഹ ആചാര്യനായ വ്യാസൻ പറഞ്ഞു ഷർട്ട് ഇട്ടോളാൻ പറഞ്ഞു എന്ന് പോയി വിട്ട് കയറിയേക്കരുത്. കാരണം അതല്ല വേണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാത് ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെ ഭരണ സംവിധാനമുണ്ട്, അവരത് തീരുമാനിക്കും. കോടതിയിലൊരു നിയമമില്ലേ നമുക്കറിയാമല്ലോ. കോടതിയിലേക്ക് ചെല്ലുമ്പോഴേ അവിടുത്തെ ജഡ്ജിയും വക്കീലന്മാരെന്ത് ചെയ്യും? 11 മണിക്ക് അദ്ദേഹം വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തൊഴും. ഞാൻ നിരീശ്വരവാദിയാന്ന് ഒന്നുമില്ല. അവിടെ ഒരു നിയമമാണ്. പോലീസ് സ്റ്റേഷനിലൊരു നിയമമുണ്ട്, കോളേജിലൊരു നിയമമുണ്ട്, സ്കൂളിലൊരു നിയമമുണ്ട്. ആ നിയമം പാലിക്കണം. സെക്രട്ടേറിയറ്റിലൊരു പ്ലാനുണ്ട്, ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ടാക്സ് അടയ്ക്കുന്നതാണ് ഞങ്ങളതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എന്നാൽ കയറ്റാൻ പറ്റില്ല. അത് നേരത്തെ നമുക്ക് അനുവാദം മേടിക്കണം. ഉള്ള കാര്യങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും അതിൻ്റെ നിയമമുണ്ട്, അത് പാലിക്കണം. പക്ഷെ ക്ഷേത്രമായാൽ ഇതോർക്കണം, അവിടെ ഇരിക്കുന്നത് സർവാധിപത്യം വഹിച്ചേവരെയും അനുഗ്രഹിക്കുന്നതിനുള്ള ദേവചൈതന്യമാണ് ഇരിക്കുന്നത്. സർവാധിപത്യം വഹിക്കുന്ന ആരാ? അധിപതി ആരാ? രാജാവ്. രാജാവാണ് അവിടെ ഇരിക്കുന്നത്, അല്ലെ ചക്രവർത്തിയാണ്. അതനുസരിച്ച് വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ. അല്ലാതെ നമ്മുടെ തോന്നിവാസം ചെയ്യാൻ പാടില്ല ഒരു ക്ഷേത്രത്തിലും. നമ്മുടെ തോന്നിവാസം ചെയ്യാൻ പറയുന്നത് നമ്മൾ വിളക്കെടുത്തോണ്ട് പോരിയല്ലേ, നമ്മളവിടുത്തെ പൂജ കഴിക്കുന്ന മണി എടുത്തോണ്ട് പോരിയല്ലേ. നമുക്ക് തോന്നിവാസം ചെയ്യാമെങ്കിൽ നമ്മളവിടുത്തെ കട്ടള പൊളിച്ചുകൊണ്ട് പോരിയല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ ഏതെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോരിയല്ലേ, മോഷണം നടത്തിയല്ലേ. ചെയ്യാൻ പാടില്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നോക്കുമ്പോൾ ദേവൻ മൈനറാണ്. മൈനറായതുകൊണ്ട് മൈനറുടെ ഒരു വസ്തു എടുത്തുകൊണ്ട് പോരാൻ പറ്റത്തില്ല. കാരണം മൈനർക്ക് ദാനം ചെയ്യാൻ പറ്റത്തില്ല. എന്നും ദേവൻ എന്ന് പറയുന്നത് കോടതിയിൽ ചെല്ലുമ്പോൾ ദേവൻ മൈനറാണ്. അപ്പോൾ മൈനർക്ക് വേണ്ടി വേറൊരാളെ കേസ് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, മുതിർന്നവർ. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ സ്ഥലമൊക്കെ നഷ്ടപ്പെടുമ്പോൾ, അല്ലെ മറ്റ് ക്ഷേത്രങ്ങളുടെ സ്ഥലം നഷ്ടപ്പെടുമ്പോൾ അതാത് കാലത്ത് വരുന്ന കമ്മിറ്റിക്കാർ കേസ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ക്ഷേത്രത്തിൽ എപ്പോഴും പരിശുദ്ധി നിർബന്ധമായിട്ട് പാലിക്കണം. അവിടുത്തെ പ്രസാദം കൊടുക്കുന്ന ശാന്തിക്കാർ ആ കൈവിരലിന് നഖത്തിനിടയ്ക്ക് മുഴുവൻ ചെളിയൊക്കെ വെച്ച് അതുകൊണ്ട് പ്രസാദം എടുത്ത് കഴിക്കാൻ കൊടുക്കാൻ പാടില്ല. അവിടുത്തെ ശാന്തിക്കാരനെ ഓർക്കുക ഇല കീറിയിട്ട് മൂട്ടി തുടച്ചിട്ട് അതിനകത്ത് പായസം കൊടുക്കുക, ഒന്നും ചെയ്യാൻ പാടില്ല. തീർത്ഥം കൊടുക്കുമ്പോഴും പ്രസാദം കൊടുക്കുമ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പാടില്ല. പൂവ് പറിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂ കൊടുക്കുന്നുണ്ടെങ്കിൽ, പൂ പറിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ വാതുറക്കാതെ നാമം ജപിച്ചുകൊണ്ട് പറിക്കുക. ഇതങ്ങനെയാണോ? പല സ്ഥലത്തും മാല കെട്ടുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയേ, വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് മാല കെട്ടുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് മാത്രമല്ല ദോഷമാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തെയൊക്കെ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് കോവിഡ് പകർന്നത്? ഉമിനീര് കൊണ്ടാണ്. അതുകൊണ്ട് ശുദ്ധമായിട്ട് വേണം പ്രസാദ വിതരണമാണെങ്കിലും അവിടെ നേദിക്കാനുള്ള വസ്തു കൊണ്ട് കൊടുക്കുമ്പോഴും ഒക്കെ ശുദ്ധത പാലിക്കണം. അതുകൊണ്ടാണ് കുളിച്ച് ശുദ്ധമായിട്ട് അകത്ത് ചെല്ലുന്നതും. ക്ഷേത്രത്തിനകത്ത് ചെന്നാൽ വർത്തമാനം പറയാൻ പാടില്ല. ഇപ്പോഴല്ലേ മാസ്ക് വെച്ചത്, പണ്ടേ പറയുമായിരുന്നു മിണ്ടാൻ പാടില്ല ക്ഷേത്രത്തിൽ ചെന്നാൽ.
പണ്ട് കോവിഡ് കാലത്ത് ഒരാൾ തൊടുമായിരുന്നോ? ഇല്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്നും ചെന്ന് നോക്കി, ഓപ്പറേഷന് കയറുന്ന ഡോക്ടർ കൈയുടെ എല്ലാ ഭാഗങ്ങളും ശരീരവും ഇടുന്ന ഡ്രസ്സും എല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ്, ശുദ്ധമായിട്ടാണ്, മാസ്ക് വെച്ചിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത്. അപ്പോഴോ ഞാൻ ഹീനജാതി ആയതുകൊണ്ട് എന്നെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ മേൽജാതിക്കാരനായ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ തൊട്ടില്ല, ഗ്ലൗസ് ഇട്ടു, അങ്ങനെയാണോ പറയുന്നത്? ജാതിയൊന്നും അല്ല ഇവിടെ പ്രശ്നം, ശുദ്ധതയാണ്. അശുദ്ധി എവിടെയാണ് ഉള്ളത്? അശുദ്ധി ഇപ്പോൾ ശരീരത്തിൽ മാത്രമല്ല പലരുടെ മനസ്സിലും ഉണ്ട്. അത് ഒഴിവാകണമെങ്കിൽ എന്ത് വേണം? നാമം ജപിക്കണം. നാണം കളഞ്ഞും നാമം ജപിക്കണം. എല്ലാം മറന്നൊന്ന് വിളിച്ചുവെന്നാൽ എല്ലാം തരുമെൻ്റെ കണ്ണൻ, കണ്ണനോടൊത്തൊന്ന് ചേർന്നിരുന്നാൽ ദുഃഖങ്ങളെല്ലാം പൊടിഞ്ഞു പോകും.